ഇന്നലെ ഞായറാഴ്ച ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഓഫീസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓഫീസിൽ ഒന്ന് കുത്തിയിരിക്കുമ്പോഴാണ് നട്ടുച്ചയ്ക്ക് എന്നാ പോയി ഒരു ചായ കുടിച്ചാലോ എന്നൊരാഗ്രഹം ഞങ്ങൾക്ക് ഇത് ഇത്രയും പേർക്കുണ്ടായത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഇറങ്ങി. എന്നാ ഇവിടെ എങ്ങാനും ചായ ഉണ്ടോ? ചായ അല്ല ഗൈസ് ഇല്ലാത്തത്, ഗ്യാസാണ് ഇല്ലാത്തത്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പല ചായക്കടകളും പ്രവർത്തനരഹിതമാണെന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ മാനവീയ രീതിയിൽ വന്നിട്ടാണ് ഒരു ചായ കുടിച്ചത്. നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ, ദോഷം പറയരുതല്ലോ, നല്ല ചായ ആയിരുന്നു. ചായ മാത്രമല്ല, ഒരു പപ്സും കൂടെ കഴിച്ചു. അങ്ങനെ ചായയും പപ്സും കഴിച്ച് ആ ഒരു പരവേശമൊക്കെ നടങ്ങിയപ്പോൾ ദേ സുജിത്തേട്ടൻ എന്താണ് ഈ നോക്കുന്നത് എന്നായിരുന്നു ഞാൻ നോക്കിയത്. വേറൊന്നുമല്ല, ഇങ്ങനെ അവിടെ ഒരു കിളിക്കൂട് പോലെ സാധനം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബുക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ബുക്കൊക്കെ വായിച്ച് അവിടുത്തെ ബെഞ്ചിലൊക്കെ ഇരുന്ന് വൈബടിക്കാം, അടിപൊളിയാണ്. അങ്ങനെ ചായ കുടിച്ച സന്തോഷത്തിൽ തിരിച്ച് ഓഫീസിലെ ദേ ഒരു പൂക്കാരി. ഇത് മുല്ലപ്പൂവും പിച്ചിപ്പൂവും കൂടെ കേട്ടിട്ട് എന്തോ വാസനയായിരുന്നു അറിയോ. ഗിരിജ ചേച്ചീൻ്റെ പൂവിൻ്റെ ഒരു വീഡിയോ എടുത്തു. അപ്പോഴാണ് പുള്ളിക്കാരെ തിരിച്ചറിഞ്ഞ ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ദേ ഓടിപ്പോന്നു. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രേ ഉള്ളൂ.